മോദിയുടെ ഗ്യാരണ്ടി. എത്ര ഗ്യാരണ്ടി എന്നറിയോ മോദി അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? 10-27 ഗ്യാരണ്ടികളുണ്ട് മോദിയുടെ പേരിൽ. ഓരോന്നും ഒന്ന് കുറിച്ചു വെച്ച് അതിന്റെ യഥാർത്ഥ ചിത്രം നിങ്ങൾ പിന്നെ ഇതൊക്കെ അറിയാവുന്ന, കമ്പ്യൂട്ടറൊക്കെ കുറച്ച് വർക്ക് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിലേ ഒന്ന് എടുത്ത് നോക്കുക. നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയുടെ അതായത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, മിനിസ്ട്രി ഓഫ് വെൽഫെയർ, ഇങ്ങനെയുള്ള ഓരോ മിനിസ്ട്രിയുടെയും കീഴിലേക്ക് ചെന്നിട്ട് ഈ പറയുന്ന ഓരോ ഗ്യാരണ്ടിയെ പറ്റി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഗ്യാരണ്ടികളെല്ലാം UPA ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന ഗ്യാരണ്ടികളാണ്. തൊഴിലുറപ്പ് പദ്ധതി 2005 UPA ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ 2013 കൊണ്ടുവന്നാണ് ഫുഡ് സെക്യൂരിറ്റി ആക്ട്. അപ്പൊ അങ്ങനെയുള്ള ആക്ടുകളെല്ലാം നിങ്ങൾ നോക്കിയാൽ ഈ പറയപ്പെട്ട ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അത് വേറൊരു തരത്തിലായിരുന്നു. അന്നൊന്നും പ്രധാനമന്ത്രിയുടെ പേരില്ലായിരുന്നു അതിനകത്ത്. അത് മാത്രമാണ് വ്യത്യാസം. അങ്ങനെ പ്രധാനമന്ത്രിയുടെ പേര് കൂട്ടിച്ചേർത്ത് പിന്നെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഈ എല്ലാ സ്കീംസും UPA ഗവൺമെന്റ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രൽ ബോണ്ടിന്റെ ഏറ്റവും വലിയ പൈശാചിക മുഖം നാം കാണുന്നത് ഇത്തരം മിനുക്കുപണികളിലാണ്. അതായത് വോട്ടേഴ്സിനെ കള്ളത്തരത്തിൽ സ്വാധീനിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ ഇവർ ഈ ഫണ്ട് ഉപയോഗിച്ച് ഇവർ തുറന്നു വയ്ക്കുന്നു. അങ്ങനെ വോട്ടേഴ്സിനെ സ്വാധീനിച്ച് ഭരണത്തിൽ വരുന്നു. ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ താഴെ തട്ടിലുള്ള ജനങ്ങളെ പറ്റി യാതൊരു വിശ്വാസവുമില്ല. 82 കോടി ജനങ്ങൾക്ക് ഭക്ഷണം ഉറപ്പാക്കുന്നു, മോദീസ് ഗ്യാരണ്ടി എന്നാണല്ലോ അതിനകത്ത് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആരാണ് ഈ 82 കോടി ജനങ്ങളുടെ ഭക്ഷണം ധൈര്യമായിട്ട് അവകാശം, അത് അവരുടെ ജന്മാവകാശമാക്കിക്കൊണ്ടുള്ള നിയമം പാസ്സാക്കിയത് 2013 UPA ഗവൺമെന്റ് ആണ്. ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് ആയിട്ട് അത് നമ്മുടെ അതായത് പാവപ്പെട്ടവരുടെ ജന്മാവകാശമാണ് ഭക്ഷണം. പാവപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 68%. അതാണ് ആ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്, 68%. നിങ്ങൾ 142 കോടി 86 ലക്ഷമാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ. അതായത് ലോകത്തെ 1ാം പോപ്പുലേഷൻ. 142 കോടി 86 ലക്ഷം. അതിന്റെ 68% എത്രയാണെന്നൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പ്രകാരം ഇന്ത്യക്ക് അനുഭവഭേദ്യമാക്കിയ ഭക്ഷണമാണ് ഈ 68% ജനത്തിന്, അല്ലെങ്കിൽ 82 കോടി ജനത്തിന് ഇപ്പോൾ കൊടുക്കുമെന്ന് പറയുന്നു. അത് ആരുടെയും ഔദാര്യമല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. മാത്രവുമല്ല, എവിടെ നിന്നാണ് ഇതിന്റെ അരിയും ധാന്യങ്ങളും ഒക്കെ സംഭരിക്കുന്നത്? ഇവിടുത്തെ കാർഷിക മേഖലയിൽ നിന്നാണ് ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും എഡിബിൾ ഓയിലും അതുപോലെ തന്നെ പഞ്ചസാരയും സംഭരിക്കുന്നത്. അങ്ങനെ സംഭരിക്കുന്നത് എങ്ങനെ, ഏത് പണം കൊടുത്താണ് അതൊക്കെ സംഭരിക്കുന്നത്? അതൊക്കെ സംഭരിക്കുന്നത് നികുതി പണം കൊടുത്താണ്. ഭിക്ഷക്കാരൻ തൊട്ട് മുകേഷ് അംബാനി മുതല് അദാനി, ഇന്ത്യയിലെ 1ാമത്തെ ധനികനാണ് അദാനി വരെയുള്ളവർ കൊടുക്കുന്ന നികുതി പണം കൊടുത്തിട്ടാണ് ഈ പറയപ്പെട്ട അരിയും ധാന്യങ്ങളും ഒക്കെ സംഭരിച്ച് സാധാരണക്കാരന് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് എന്ത് അപഹാസ്യമായ കാര്യമാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ഇതുപോലെ മുഖം മിനുക്കാൻ ധാർമ്മികതയുടെ ഒരു പൊടിയെങ്കിലും ഉള്ളവരാരെങ്കിലും തയ്യാറാകുമോ? ഇത് തന്നെയാണ് നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ ഇവിടെയും കാണുന്നത്. കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും നടത്തിയാണ് പിണറായി വിജയൻ 2ാം ഭരണം ഏറ്റെടുത്തത്. എവിടെ നിന്നാണ് കിറ്റിനും കമ്മ്യൂണിറ്റി കിച്ചനും ഉള്ള റിസോഴ്സസ്, അതായത് അരിയും ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഒക്കെ ഉണ്ടായത്? ഈ ഭക്ഷ്യസുരക്ഷാ ആക്ട് പ്രകാരം സംസ്ഥാനത്തേക്ക് കോവിഡ് കാലത്തും അതിനുശേഷവും ഫ്രീ ആയിട്ട് ലഭിച്ച ഭക്ഷ്യധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ് കിറ്റും കമ്മ്യൂണിറ്റി കിച്ചനും ഒക്കെ ഇവിടെ നടത്തിയത്. അതിന്റെ ബലത്തിലാണ് 2ാം പിണറായി സർക്കാർ ഭരണത്തിൽ വന്നത്. എന്നിട്ടോ വലിയ പ്രഖ്യാപനങ്ങളാണ് ഞങ്ങളുടെ ഭരണം കൊണ്ട്. അതായത് കഴിഞ്ഞ ബജറ്റ് എടുത്തു നോക്കിയാൽ അറിയാം, നിർമ്മല സീതാരാമന്റെ ബജറ്റിന്റെ ആദ്യ ഭാഗത്ത് പറയണേ ഈ 10 വർഷം കൊണ്ടാണ് ഇന്ത്യ ആയത്. ഈ 10 വർഷത്തിന് മുൻപ് ഇന്ത്യ ഒന്നും ആയിരുന്നില്ല. അങ്ങനെ എത്ര ഒരു മര്യാദയുടെ ഒരു കണിക പോലും ഇല്ലാതെയാണ്. ഞാൻ വളരെ ആദരിച്ചിരുന്ന ഒരു വനിതയായിരുന്നു നിർമ്മല സീതാരാമൻ. ആ ആദരവ് മുഴുവനും നഷ്ടപ്പെട്ടത് അവരുടെ ആ ബജറ്റിന്റെ ഇൻട്രൊഡക്ഷൻ കേട്ടതോടെയാണ്. അപ്പൊ ആ തരത്തില് തരം താഴ്ത്തി കാണുക കഴിഞ്ഞ കാലത്തിന്റെ. ഇവരെ ഓർക്കണം, ഇവർക്ക് ശേഷം വരുന്ന, അതായത് ഇവര് വാജ്പേയി ഗവൺമെന്റ്, BJPയുടെ തന്നെ വാജ്പേയി ഗവൺമെന്റിനെ പോലും തള്ളി പറഞ്ഞ ഗവൺമെന്റാണ്. അപ്പൊ തള്ളി പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ആ ഗവൺമെന്റും ഷൈനിങ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ അവസാനം ഭരണത്തിൽ വന്നത്
തുടർന്ന് ഭരണത്തിൽ വന്നത് UPA ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇലക്ട്രൽ ബോണ്ട് ഇവരെ ശാക്തീകരിക്കുന്നു. എങ്ങനെ? ധനശാക്തീകരണം. ഈ ധനശാക്തീകരണത്തിന്റെ ഫലമാണ് നമ്മൾ ഈ കാണുന്ന മോദിയുടെ ഗ്യാരണ്ടി.